Hi everyone, once again welcome back to another video on this channel. Learn English through newspaper എന്ന് പറയുന്ന ഈ സീരീസിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 4 ബൈക്ക് ലിഫ്റ്റേഴ്സ് ഹെൽഡ്. ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ബൈക്ക് ലിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് മോഷ്ടാക്കൾ എന്നാണ്. അപ്പം ലിഫ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് എന്ന അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ എന്നാണ്. ഓക്കെ, ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ബൈക്ക് മോഷ്ടാക്കളെ കുറിച്ച്. അപ്പോൾ 4 ബൈക്ക് ലിഫ്റ്റേഴ്സ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി എന്നാണ്. ബൈക്ക് മോഷ്ടാക്കളെ പിടികൂടി. ഹോൾഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ പാസ്റ്റ് രൂപമാണ് ഹെൽഡ്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ സെൻറ്റൻസ് എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ റൂൾ പ്രകാരം 4 ബൈക്ക് ലിഫ്റ്റേഴ്സ് were held എന്നാണ് വേണ്ടത്. അതായത് പാസീവിൽ വേണം പറയാൻ. അവർ പിടികൂടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? പക്ഷേ ന്യൂസ് പേപ്പർ ഹെഡ്ലൈനുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും അത് സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലുമായിട്ടാണ് സംഗതികൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ 4 ബൈക്ക് ലിഫ്റ്റേഴ്സ് ഹെൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം 4 ബൈക്ക് ലിഫ്റ്റേഴ്സ് വേർ ഹെൽഡ് എന്നാണ്, പിടികൂടപ്പെട്ടു എന്നതാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അവരെ പിടികൂടി എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കോമേറ്റിട്ട് പറഞ്ഞിരിക്കുന്നു 10 ബൈക്സ് റിക്കവേർഡ്. 10 ബൈക്കുകൾ റിക്കവർ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ അവരിൽ നിന്നും എന്ത് സംഭവിച്ചു? 10 ബൈക്കുകൾ പിടിച്ചെടുത്തു. ഇതും സത്യത്തിൽ 10 ബൈക്സ് വേർ റിക്കവേർഡ് എന്നാണ് വേണ്ടത്. പക്ഷെ അത് ചുരുക്കിയാണ് പറയുക. നമ്മളത് ആക്റ്റീവ് രൂപത്തിലാണ് സെൻറ്റൻസുകൾ പറയുന്നത് എങ്കിലും അതിൻ്റെ മീനിങ് പാസീവ് ആയിരിക്കും. 10 ബൈക്സ് വേർ റിക്കവേർഡ്. 10 ബൈക്കുകൾ വീണ്ടെടുക്കപ്പെട്ടു അല്ലേ? റിക്കവർ. ഓക്കെ, വീണ്ടെടുക്കപ്പെട്ടു അല്ലെങ്കിൽ എന്താണ്? പിടിക്കപ്പെട്ടു. ഓക്കെ, മോഷ്ടിക്കപ്പെട്ട ബൈക്കുകൾ പിടിച്ചെടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ന്യൂസിലേക്ക് പോകാം. ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന ദിനപത്രത്തിലെ ഒരു വാർത്തയാണ്. ദ സ്ലൂത്ത്. ഈ സ്ലൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ദ സ്ലൂത്ത്സ് ഓഫ് പഹാദി ഷെരീഫ് പോലീസ് ക്രൈം ടീം അറസ്റ്റഡ് 4 ഹാബിച്വൽ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സ്. ശ്രദ്ധിക്കൂ, ഈ പഹദി ഷെരീഫ് എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. പഹദി ഷെരീഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ഥലപ്പേര് മാത്രമാണ്. സ്ഥലപ്പേരുകളെ നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പഹദി ഷെരീഫ് എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. ദ സ്ലൂത്ത്സ് ഓഫ് പഹദി ഷെരീഫ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസ് ക്രൈം ടീം. അപ്പോൾ ഈ പഹദി ഷെരീഫ് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസിൻ്റെ കുറ്റാന്വേഷണ വിഭാഗത്തിലെ സ്ലൂത്ത് എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷകർ. ഓക്കെ, അതാണ് സ്ലൂത്ത്. ഓക്കെ, അപ്പോൾ സ്ലൂത്ത്സ് ഓഫ് പഹദി ഷെരീഫ് പോലീസ് ക്രൈം ടീം അറസ്റ്റഡ്. അവിടുത്തെ സ്ലൂത്തുകൾ അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്ത്? 4 ഹാബിച്വൽ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സ്. ഇവിടെ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്താണ് ഹാബിച്വൽ ഒഫൻഡർ? ശ്രദ്ധിക്കണം, ഇതൊരു ഫ്രേസാണ്. പക്ഷേ ഹാബിച്വൽ മീൻസ് സ്ഥിരമായിട്ടുള്ള. ഒഫൻഡർ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്ന അപരാധിയായിട്ടുള്ള ആൾ. ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നയാൾ. സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നയാൾ. ഓക്കെ, ചെയ്യുന്ന ആൾ. അപ്പോൾ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഇവിടെ ഏത് കുറ്റകൃത്യ? ഹാബിച്വൽ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സ്. അവിടെ സ്ഥിരമായിട്ട് മോഷണം നടത്തുന്ന വ്യക്തികൾ. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹനങ്ങളെയാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. മോട്ടോർ സൈക്കിളായിട്ടുള്ള അല്ലെ മോട്ടോർ വാഹനങ്ങൾ. ഇവിടെ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സ്, ഓട്ടോമൊബൈൽ മോഷ്ടിക്കുന്ന, മോട്ടോർ വാഹനങ്ങൾ മോഷ്ടിക്കുന്ന കള്ളനായതുകൊണ്ടാണ് ഹാബിച്വൽ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓട്ടോമൊബൈൽ ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ അല്ലെങ്കിൽ ഹാബിച്വൽ ഓട്ടോമൊബൈൽ ഒഫൻഡേഴ്സിനെ പിടികൂടി. ആരാ പിടികൂടിയത്? സ്ലൂത്ത്. എവിടുത്തെ സ്ലൂത്ത്? പഹാദി ഷെരീഫ് പോലീസ് ക്രൈം ടീമിലെ കുറ്റാന്വേഷണ വിഭാഗത്തിലെ സ്ലൂത്തുകൾ കൂടിയിട്ടാണ് പിടികൂടിയത്. എന്നിട്ടോ ആൻഡ് റിക്കവേർഡ്, പിടിച്ചെടുത്തു. റിക്കവേർഡ് എന്താ? പിടിച്ചെടുത്തു. എന്ത്? 10 സ്റ്റോളൻ ബൈക്സ്. സ്റ്റോളൻ മീൻസ് സ്റ്റീലിൻ്റെ പാസ്റ്റ് ആൻഡ് V3 രൂപങ്ങളാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നാണ്.
അപ്പോൾ ഇവിടെ സ്റ്റോളൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്ജക്റ്റീവ് കൂടിയാണ്. സ്റ്റോളൻ മോഷ്ടിക്കപ്പെട്ട ബൈക്സ് വർത്ത് 4 lakh rupees. അതായത് വേർത്ത് എന്ന് പറഞ്ഞാൽ വിലമതിക്കുന്ന, വേർത്ത് മീൻസ് വിലമതിക്കുന്ന. എത്ര? 4 lakh 4 ലക്ഷം രൂപ ഫ്രം ദെയർ പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കയ്യിൽ അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്വത്ത്. അപ്പോൾ പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈയടക്കി വെച്ചിരിക്കുന്ന എന്നർത്ഥമുണ്ട്, അതുപോലെ സ്വത്ത് എന്നർത്ഥമുണ്ട്. ദ അക്യൂസ്ഡ് അക്യൂസ്ഡ് മീൻസ് കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ. ദ അക്യൂസ്ഡ് ഈ പറഞ്ഞ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ മൂവിങ് സസ്പീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായി. എന്താണ് സംശയാസ്പദമായി? സസ്പീഷ്യസ്ലി ഇൻ ടീഗലക്കുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇൻ ടീഗലക്കുണ്ട ഏരിയ. അപ്പോൾ ദ അക്യൂസ്ഡ് കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ മൂവിങ് സസ്പീഷ്യസ്ലി സംശയാസ്പദമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഇൻ ടീഗലക്കുണ്ട് ഏരിയ പോലീസ് പറഞ്ഞു. ബേസ്ഡ് ഓൺ CCTV ഫുട്ടേജിൻ്റെ അടിസ്ഥാനത്തിൽ MD എന്ന് പറഞ്ഞ മുഹമ്മദിൻ്റെ ഷോട്ടാണ്. മുഹമ്മദ് അബ്ദുൽ സഹൂർ ഖാൻ 36 വയസ്സുള്ള, ആൻഡ് മുഹമ്മദ് പർവേസ് അഹമ്മദ് 25 വയസ്സുള്ള 25 വേർ ഡീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ പോലീസ് തടവിൽ വെക്കുക. അതായത് പോലീസ് പിടികൂടിയിട്ട് കസ്റ്റഡിയിൽ വെക്കുക, തടവിൽ വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈ ദ പോലീസ് ബേസ്ഡ് ഓൺ ദെയർ ഇൻഫർമേഷൻ. ഇനി ഈ പിടികൂടിയ രണ്ടാൾക്കാരുടെ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം മുഹമ്മദ് ഹുസൈൻ ആൻഡ് സെയ്ദ് വാജിദ് അലി ഈ പറഞ്ഞ രണ്ടാളുകൾ were also taken into custody. അവരെയും കസ്റ്റഡിയിലെടുത്തു. അലി were also taken into custody. അപ്പോൾ taken into custody എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുക. ഇതേ അർത്ഥം തന്നെയാണ് ഡീറ്റെയിൽഡ് എന്ന് പറയുന്ന പദത്തിനുമുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് എന്ന് പറയുന്ന വാക്കും ടേക്കൺ ഇൻ ടു കസ്റ്റഡി എന്ന് പറയുന്ന വാക്കും രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. പോലീസ് കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് ചെയ്യുക, തടവിലാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിന്ന് ഈ വാർത്തയിലൂടെ പഠിച്ച വാക്കുകളിലൂടെ നമുക്ക് ഒന്നുകൂടി കടന്നു പോകാം. ഏതൊക്കെയത്? ബൈക്ക് ലിഫ്റ്റേഴ്സ്, ബൈക്ക് മോഷ്ടാക്കൾ, ഹെൽഡ് പിടികൂടി, റിക്കവർ വീണ്ടെടുക്കുക, കണ്ടെടുക്കുക, സ്ലൂത്ത്സ് കുറ്റാന്വേഷകർ. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. സ്ലൂത്ത് ഹൗണ്ട് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതിൻ്റെ അർത്ഥവും കുറ്റാന്വേഷകർ എന്ന് തന്നെയാണ്. കൂടാതെ വേട്ട നായ അല്ലെങ്കിൽ മണം പിടിപ്പിക്കുന്ന നായ എന്നൊക്കെ അർത്ഥമുണ്ട് സ്ലൂത്ത് ഹൗണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ പതിവായി കുറ്റം ചെയ്യുന്നയാൾ. ഓട്ടോമൊബൈൽ മോട്ടോർ വണ്ടി. സ്റ്റോളൻ മീൻസ് മോഷ്ടിച്ച. സസ്പീഷ്യസ്ലി സംശയാസ്പദമായി. ഡീറ്റെയിൻ തടവിൽ വെക്കുക, പിടിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. കൃത്യമായും 100 വാക്കുകളുള്ള ഈ സീരീസ് കംപ്ലീറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.